ക്രിസ്മസ് എക്സാമിന് ഒരു 8 മാർക്ക് അടിച്ചെടുക്കാനുള്ള ഒരു വഴി പറഞ്ഞു തരട്ടെ. ഒരു 8 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞുതരാം. അത് ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ആയിരിക്കും. എല്ലാ പ്രാവശ്യം ചോദിക്കാറുള്ളതാണ്. 6 മാർക്കിന് അല്ലെങ്കിൽ 8 മാർക്കിനാണ് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചത്. അപ്പോൾ എന്തായാലും പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും ന്യൂസ് പേപ്പർ റിപ്പോർട്ട്. ഇത് നമുക്ക് നല്ല പരിചയമുള്ളതാണ്. 8ാം ക്ലാസ് തൊട്ട് നമ്മൾ ന്യൂസ് പേപ്പർ റിപ്പോർട്ടുകൾ ഇങ്ങനെ കുറേ എഴുതിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും അതിൻ്റെ ഒരു ഫോർമാറ്റ് പലർക്കും അറിയില്ല എന്നുള്ളതാണ് നിങ്ങളുടെ മാർക്ക് കളയാനുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞത്. നമുക്കൊരു മോഡൽ ക്വസ്റ്റ്യൻ നോക്കാം. എനിക്ക് തോന്നുന്നു ഇത് 2024 ചോദിച്ചിട്ടുള്ളതാണ്. You are the reporter of a local daily who witnessed the abduction of Tinay Kaboga and Rhodalis by the fishermen of Nabucalevu. You prepare a newspaper report on the incident to be published in the daily. What would you write? നമ്മളോട് ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ടാണ് തയ്യാറാക്കാൻ പറഞ്ഞത്. നമ്മുടെ സാഹചര്യം നിങ്ങളൊന്ന് നോക്കണേ. നമ്മുടെ ഈ ടിനൈക്കബോഗനെയും റൊഡാലിസിനെയും ഈ നബുക്കലേവുലുള്ള ഫിഷർമാൻ തട്ടിക്കൊണ്ടുപോകുന്ന അബ്ഡക്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതാണ് നമ്മുടെ വിഷയം. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള അടുത്ത ദിവസത്തെ പത്രത്തിൽ നമ്മളൊരു പത്രവാർത്തക്കുറിപ്പ് തയ്യാറാക്കണം, കൊടുക്കാം. ഓക്കെ, ആദ്യം ഇതിൻ്റെ ഫോർമാറ്റ് ഞാൻ അങ്ങോട്ട് പറഞ്ഞുതരാം. എല്ലാ ന്യൂസ് പേപ്പർ റിപ്പോർട്ടിനും നിങ്ങൾ നിർബന്ധമായിട്ട് എന്ത് കൊടുക്കണം? ഹെഡ്ലൈന് കൊടുക്കണം, ഹെഡിങ് കൊടുക്കണം. അത് ക്യാപിറ്റൽ ലെറ്ററിൽ ഭയങ്കര വലിച്ചു വാരി കൊടുക്കരുത്. ഒരൊറ്റ വരിയിലൊക്കെ ഒതുങ്ങുന്ന ഒരു ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതിയ ഒരു ഹെഡ്ലൈന് കൊടുക്കണം. അതിൻ്റെ തൊട്ട് താഴെ നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയോ? ബൈലൈൻ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഈ ബൈലൈൻ എന്ന് പറയുമ്പോൾ കുറേ ഒന്നും നിങ്ങൾ ആലോചിക്കേണ്ട, ആരാണ് എഴുതിയത് എന്നുള്ളതാണ്. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ എഴുതിയാൽ മതി, ബൈ സ്റ്റാഫ് റിപ്പോർട്ടർ എന്ന് എഴുതിയാൽ മതി, കാര്യം തീർന്നു അവിടെ. പിന്നെ ഡേറ്റ് ലൈൻ കൊടുക്കണം. ഡേറ്റ് ലൈന് പ്ലേസും ഉണ്ടാവും, അതുപോലെ തന്നെ പ്ലേസും ഉണ്ടാവും, ഡേറ്റും കൊടുക്കണം. ഏത് സ്ഥലത്തു നിന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത്, ഏതാണ് ആ തീയതി എന്നുള്ളത്. ഇനി ലീഡ് സെന്റൻസ് എന്ന് പറയുന്നതല്ലേ തുടക്കത്തിലുള്ള ശരിക്കും ലീഡ് സെന്റൻസസ് എന്നുള്ളതാണ്. എന്ന് വെച്ചാലല്ലേ അവിടെ എന്ത് നടന്നു, എപ്പോൾ നടന്നു, എവിടെ നടന്നു എന്നുള്ളതൊക്കെ പറയുന്ന ഒരു 1-2 സെന്റൻസുകളാണ് ഈ ലീഡ് സെന്റൻസ് എന്ന് പറയുന്നത്. പിന്നെ പോകല്ലേ അത് ആരെ കുറിച്ചിട്ടുള്ളതാണ്, എങ്ങനെയാണ് കാര്യങ്ങൾ നടന്നത്, എന്തുകൊണ്ടാണ് കാര്യങ്ങൾ നടന്നത് എന്നുള്ളത് വിശദമായിട്ടുള്ള ഡീറ്റെയിലിംഗ് ആണ് നമ്മൾ ഈ രണ്ടാമത്തെ അല്ലെങ്കിൽ ഈ 2-3 സെന്റൻസുകൾ കഴിഞ്ഞാലുള്ള ബാക്കി ഭാഗത്ത് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത്. പിന്നെ ഒരു രണ്ടാമത്തെ പാരഗ്രാഫ് കൂടെ ആയിക്കഴിഞ്ഞാലല്ലേ അതിൽ നിങ്ങൾ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഒന്നും കൂടെ ഒന്ന് നീട്ടി പരത്തി പറയാം. അതിലാണ് നമ്മൾ അഡീഷണൽ ആയ ഡീറ്റെയിലുകൾ, അഡീഷണൽ ആയുള്ള ഫാക്റ്റുകൾ, ആ വിഷയമായിട്ട് ബന്ധപ്പെട്ടുള്ള ആളുകൾ, ക്യാരക്ടേഴ്സ് ഒക്കെ സംസാരിച്ചുള്ള കോട്ടുകളൊക്കെ നമ്മൾ ആഡ് ചെയ്യേണ്ടത്. ഏറ്റവും അവസാനമായിട്ട് കൺക്ലൂഷനാണ്. അതൊരു 1-2 വരികൾ മതി. അതിൽ ഇപ്പം എന്താണ് അവസ്ഥ, ഇപ്പം തട്ടിക്കൊണ്ടുപോയി, അപ്പോൾ അന്വേഷണങ്ങൾ നടക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ചിലപ്പോൾ പോലീസ് വന്നു, അപ്പോൾ അവിടെ പോലീസ് വന്നിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല, പക്ഷെ അവിടെ ഇപ്പോൾ അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ എന്താ പറയുക അവിടുത്തെ മെയിൻ ചീഫ്, ട്രൈബൽ ചീഫ് അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ടെന്നൊക്കെ നമുക്ക് കൊടുക്കാം. എന്തൊക്കെയാണ് ആക്ഷൻസ് ടേക്കൻ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇപ്പോൾ പുതിയ അന്വേഷണങ്ങൾ എന്നൊക്കെ കൊടുക്കാം. ഓക്കെ, ഞാനിവിടെ ചൂടോടെ എഴുതി കൊണ്ടുവന്നിട്ടുണ്ട്. കണ്ടാവു വിമൻ വാനിഷ് ആഫ്റ്റർ റീഫ് അബ്ഡക്ഷൻ സേവ്ഡ് ബൈ സീ ഗോഡ്സ് എന്ന് പറയുന്നതാണ് എൻ്റെ ടൈറ്റിൽ. കിടിലനല്ലേ? ഇത്രയും കിടിലനായിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റില്ലേ കുഴപ്പമൊന്നുമില്ല കേട്ടോ, നിങ്ങളുടെ ഭാഷയിൽ എഴുതിയാൽ മതി. ഇനി ഞാനിവിടെ സ്ഥലപ്പേരും അതുപോലെ ഡേറ്റും കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തൊട്ട് താഴെയല്ലേ ബൈ സ്റ്റാഫ് റിപ്പോർട്ടർ എന്ന് കൊടുക്കണം. ബൈ സ്റ്റാഫ് റിപ്പോർട്ടർ എന്ന് കൊടുത്താൽ നമ്മുടെ ബൈലൈനായി, ബൈലൈൻ. അപ്പം ഇതെന്ത് തേങ്ങയാ? ഇതാണ് നമ്മുടെ ഡേറ്റ് ലൈൻ എന്ന് പറയുന്നത്. ഇതാണ് ഡേറ്റ് ലൈൻ. ഓക്കെ, ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുന്നത്. ഇന്ന് ജസ്റ്റ് ഈ വീഡിയോയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് നിങ്ങൾക്ക് അതിൻ്റെ ഫോർമാറ്റ് മനസ്സിലാക്കുന്നതാണ്. എ ലെജൻഡറി അബ്ഡക്ഷൻ ആൻഡ് മിറാക്കുലസ് ട്രാൻസ്ഫോർമേഷൻ ഒക്കേർഡ് മെനി ഇയേഴ്സ് അഗോ ഓൺ ദ സബ്മേർജ്ഡ് റീഫ്സ് നിയർ നമുവാന വില്ലേജ് ഓൺ കണ്ടാവു ഐലൻഡ്, ഫിജി. പ്രിൻസസ് ടിനൈക്കബോഗ ആൻഡ് ഡോട്ടർ. കണ്ടോ ഇവിടെ എന്തായി? ഇവിടെ ഹൂ എന്നുള്ള ഭാഗമായി. ലെജൻഡറി അബ്ഡക്ഷൻ വാട്ട്, എന്ത് നടന്നു എന്നുള്ളതായിട്ടോ. പിന്നെ കണ്ടാവു ഐലൻഡിലാണ് നടന്നത് എന്നുള്ളതുണ്ട്. വേർ എന്നുള്ളതിൻ്റെ ഉത്തരമായി. മെനി ഇയേഴ്സ് അഗോ എന്നുള്ളത് അവിടെ പറയുന്നുണ്ട്. വെൻ എന്നുള്ളതിന് ഉത്തരമായി. പ്രിൻസസ് ടിനൈക്കബോഗ ആൻഡ് ഡോട്ടർ റൊഡാലിസ് വെയർ ഫിഷിംഗ് വെൻ ഫിഷർമാൻ ഫ്രം നബുക്കലേവു വില്ലേജ് സഡൻലി ക്യാപ്ചേർഡ് ദം. ഇങ്ങനെയാണ് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ആട്ടോ. അതായത് എങ്ങനെ, ഹൗ എന്ന് പറഞ്ഞ ഭാഗമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഹൗ, എങ്ങനെയാണ് അവർ തട്ടിക്കൊണ്ടുപോയത്. ദർ ഹാൻഡ്സ് ആൻഡ് ഫീറ്റ് വെർ ടൈഡ് വിത്ത് വൈൻ ആൻഡ് ദേ വെർ പ്ലേസ്ഡ് ഇൻ എ വാർ കാനോ. പിന്നെ during a fierce storm believed to be sent by sea gods. Storm എന്ന് വെച്ചാൽ എന്താണ്? എന്ന് വെച്ചാൽ ഒരു പേമാരി അല്ലെങ്കിൽ ഒരു കൊടുങ്കാറ്റ്. The fisherman saw the women transform into turtles. ഫിഷർമാൻ എന്ത് കണ്ടു? ഈ സ്ത്രീകൾ അത്രയും ടേർട്ടിൽസ് ആയിട്ട് മാറുന്നവർ കണ്ടു. In fear they threw the turtles overboard and the storm calmed immediately. This incident is the foundation of an old Fijian legend. The maidens of Namuana still performs a ritual chant.
from the cliffs to call the turtles from the bay. And turtle fishing is forbidden in this area. ഈ ഭാഗത്ത് എന്തില്ല, മീൻ പിടിക്കാൻ പാടില്ല എന്ന് പറയുന്നു. The turtles that rise to the sea to the surface are believed to be the descendants of the two women. ഇപ്പൊ അവിടെ പുറത്തേക്ക് വരുന്ന അല്ലെങ്കിൽ അവിടെ കരയിലേക്ക് ഇങ്ങനെ വരുന്ന ഈ ടർട്ടിൽസ് കുഞ്ഞുങ്ങളിലെ ഈ ടിനേക്കവോഗയുടെയും റൊഡാലിസിന്റെയും എന്താണ്, ഡിസെൻഡൻസ് ആണ്, അനന്തരാവകാശികളാണ്. കീപ്പിംഗ് ദ ആൻഷ്യന്റ് ലെജൻഡ്സ് അലൈവ് ഈവൻ ടുഡേ. അതാണ് ഇപ്പൊ എന്ത് നടക്കുന്നു എന്നുള്ളതിന്റെ കൺക്ലൂഷൻ ആണ് കേട്ടോ അവിടെ പറഞ്ഞത്. ഇപ്പൊ എന്ത് നടക്കുന്നു, വാട്ട്സ് ഹാപ്പനിങ് റൈറ്റ് നൗ എന്നുള്ളതിന്റെ ഉത്തരമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ഏത് ചാപ്റ്റർ എന്ന് ചോദിക്കും സാർ എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം ഒന്ന് നമ്മുടെ ട്രിപ്പ് ഓഫ് ലഹോളയിൽ നിന്ന് ചോദിക്കാം, ട്രിപ്പ് ഓഫ് ലഹോളയിൽ നിന്ന് ചോദിക്കാം, അല്ലെങ്കിൽ പിന്നെ ഈ ചാപ്റ്റർ എന്നാണ് ചോദിക്കാൻ സാധ്യത. ഓക്കെ, സോ ഇങ്ങനെയാണ് നിങ്ങളൊരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് തയ്യാറാക്കേണ്ടത്. ഈ രണ്ട് ചാപ്റ്റർ എന്നാണ് ഏറ്റവും കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ളത് കേട്ടോ. സോ ഇതിൽ വേറെ സംശയങ്ങളൊന്നും ഇല്ല. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു ലൈക്ക് അടിക്കുക, അതുപോലെ തന്നെ ബാക്കിയുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ഇതുവരെയായിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് മോശമാണ്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളുള്ളൂ. നമുക്ക് വിശദമായിട്ട് ഇനിയും ഒരുപാട് ഡിസ്കോസുകൾ നമുക്ക് ലൈവുകളിൽ ഡിസ്കസ് ചെയ്യാം. പിന്നെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് ഷോർട്സ് ആയിട്ടും വീഡിയോസ് ഒക്കെ ആയിട്ട് വരുന്നതായിരിക്കും. അതുകൊണ്ട് ഇപ്പോഴേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്ക്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ, ഓൾ ദ ബെസ്റ്റ്.